വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് കമ്മീഷൻ രൂപവൽക്കരിച്ചിട്ടുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസും സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസും അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ദേശീയ തലത്തില് നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് 1992 ഇന്ത്യൻ പാർലമെന്റില് ഒരു നിയമം പാസ്സാവുകയാണ്. അപ്പൊ 1992 ഇന്ത്യൻ പാർലമെന്റില് ദേശീയ തലത്തില് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപവൽക്കരിക്കാനുള്ള ഒരു നിയമം പാസ്സാക്കുകയാണ് 92. പക്ഷെ 92 നിയമം പാസ്സാക്കിയെങ്കിലും 1993 മെയ് 17-നാണ് 1993 മെയ് 17-നാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് നിലവിൽ വരുന്നത്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് നിലവിൽ വന്ന വർഷം 1993 മെയ് 17. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വരാൻ, ആ ഒരു സ്ഥാപനം നിലവിൽ വരാൻ വേണ്ടി പാർലമെന്റ് ആക്ട് പാസാക്കിയ വർഷം 1992. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പാർലമെന്റിൽ ആക്ട് പാസാക്കിയിട്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി. പാർലമെന്റിൽ ആക്ട് പാസാക്കി വരുന്ന സ്ഥാപനങ്ങളെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് വിളിക്കുന്നു. ഈ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസില് എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 അംഗങ്ങളാണ് ഉള്ളത്. എത്ര അംഗങ്ങളാണ്? 7 അംഗങ്ങൾ. ഈ അംഗങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഉള്ളവരായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പൊ അവരെ ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സംഘടന അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവുമ്പോൾ അത്തരം വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടാവണ്ടേ, എന്നാലല്ലേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിലെ മെമ്പേഴ്സ് 7 പേരാണ്. അവർ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ മെമ്പേഴ്സിൽ ഒരു അധ്യക്ഷനുണ്ട്, ഒരു ഉപാധ്യക്ഷനുണ്ട്, കൂടാതെ 5 അംഗങ്ങളുണ്ട്. ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, 5 അംഗങ്ങൾ, അങ്ങനെയാണ് 7 അംഗങ്ങൾ. ഈ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഈ അംഗങ്ങള് ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അംഗങ്ങളെ നിയമിക്കുന്നതും അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും ഓരോ വർഷവും ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്കായിരിക്കും? സെൻട്രൽ ഗവൺമെന്റിന് ആയിരിക്കും. അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ട് 1993 മെയ് 17 നിലവിൽ വന്ന നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ആദ്യ അധ്യക്ഷൻ മുഹമ്മദ് സർദാർ അലി ഖാൻ ആണ്. മുഹമ്മദ് സർദാർ അലി ഖാൻ. അപ്പോ 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് നിലവിൽ വരാൻ വേണ്ടി ഭരണഘടനയിൽ ഒരു ആക്ട് പാർലമെന്റിൽ ഒരു ആക്ട് പാസ്സാക്കുന്നു. 93 മെയ് 17 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് നിലവിൽ വരുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിലെ അംഗസംഖ്യ 7. ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, 5 അംഗങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആവണം എന്ന് നിർബന്ധമുണ്ട്. ഇവരുടെ കാലാവധി 3 വർഷമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. അംഗങ്ങളെ നിയമിക്കുന്നതും അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും അംഗങ്ങൾ റിപ്പോർട്ട് നൽകുന്നതും സെൻട്രൽ ഗവൺമെന്റിനാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ മുഹമ്മദ് സർദാർ അലി ഖാനാണ്. ഇനി അടുത്തത്, നമ്മുടെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്ര ന്യൂനപക്ഷ പദവിയുള്ള മതങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മതങ്ങളാണ് ഉള്ളത്. 6 മതങ്ങൾക്കാണ് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ പദവിയുള്ളത്. അപ്പൊ ഈ മതങ്ങൾക്ക് ന്യൂനപക്ഷ പദവി നൽകുന്നത് ആരാണ്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആണ്. അവര് ചില പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ പദവി മതങ്ങൾക്ക് കൊടുക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ആരാണ് മതങ്ങൾക്ക് ന്യൂനപക്ഷ പദവി കൊടുക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഗവൺമെന്റ്, ഓരോ സംസ്ഥാന ഗവൺമെന്റും. ദേശീയ തലത്തിൽ മൊത്തം സെൻട്രൽ ഗവൺമെന്റ് മൊത്തം എടുത്തു നോക്കുമ്പോൾ ദേശീയ ഗവൺമെന്റുമാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസുമാണ് എന്ത് കൊടുക്കുന്നത്? ന്യൂനപക്ഷ പദവി കൊടുക്കുന്നത്.
ഇനി അങ്ങനെ പദവി കൊടുത്തിട്ടുള്ള മതങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മതങ്ങൾക്കാണ് ന്യൂനപക്ഷ പദവി കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? മുസ്ലിം മതം, ക്രിസ്ത്യൻ മതം, സിഖ് മതം, പാഴ്സി മതം, ബുദ്ധമതം, ജൈനമതം. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ബുദ്ധ, ജൈന മതങ്ങൾക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? മൈനോറിറ്റി എന്ന് പറയുന്ന ആ ഒരു പദവി ലഭിച്ചിട്ടുള്ളത്, ന്യൂനപക്ഷ പദവി ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം ന്യൂനപക്ഷ പദവി ലഭിച്ചത് ഏത് മതത്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2014 ജൈനമതത്തിനാണ്. 2014 ജൈനമതം. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ആക്ട് പാർലമെന്റിൽ 1992 നിലവിൽ വരുന്നു. ഈ ആക്ടിന്റെ പരിണിത ഫലമായി 1993 മെയ് 17 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് നിലവിൽ വരുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പാസ്സായി നിലവിൽ വന്ന സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതില് 7 അംഗങ്ങളുണ്ട്. ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, മറ്റ് 5 അംഗങ്ങൾ. അംഗങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അംഗങ്ങളുടെ കാലയളവ് 3 വർഷമാണ്. അംഗങ്ങളെ നിയമിക്കുന്നതും അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും അംഗങ്ങൾ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും സെൻട്രൽ ഗവൺമെന്റിനാണ്. ആദ്യത്തെ അധ്യക്ഷൻ മുഹമ്മദ് സർദാർ അലി ഖാൻ ആണ്. രാജ്യത്ത് ന്യൂനപക്ഷ പദവി ലഭിച്ചിട്ടുള്ളത് 6 മതങ്ങൾക്കാണ്. പദവി നൽകുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആണ്. സംസ്ഥാന തലത്തിൽ ആ പദവി നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ബുദ്ധ, ജൈന മതങ്ങൾക്കാണ് ന്യൂനപക്ഷ പദവി ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ 6 മതങ്ങൾ. അവസാന ന്യൂനപക്ഷ പദവി ലഭിച്ച മതം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈനമതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ്. നേരത്തെ നമ്മൾ പറഞ്ഞു നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ് ആണ്. ഇനി കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്നാ വന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. 2013 ഗവർണറുടെ ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തില് കേരളത്തില് ഒരു ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരികയാണ്. അങ്ങനെ കേരളത്തിൽ ഗവർണറുടെ ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിലാണ് 2013 മെയ് 15 എന്ത് വന്നത്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഗവർണർ ഓർഡിനൻസ് ഒക്കെ കൊണ്ടുവന്നു എങ്കിലും നമ്മൾ ആക്ട് പാസ്സാക്കണം. അങ്ങനെ കേരള നിയമസഭ 2014 നിയമം പാസ്സാക്കണം. അപ്പൊ ആദ്യം സ്ഥാപനം വന്നു. 2013 മെയ് 15 കമ്മീഷൻ നിലവിൽ വന്നു. 2014 നിയമസഭയില് എന്ത് പാസ്സാക്കി? നിയമം പാസ്സാക്കി. അപ്പൊ നിയമസഭയിൽ നിയമം പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് മനസ്സിലാക്കുക. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അംഗങ്ങൾ 3 പേരാണ്. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും ഉണ്ടാവും. ഈ അംഗങ്ങളിൽ ഒരാള് വനിതയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും ഉണ്ടാവും. അംഗങ്ങളിൽ ഒരാള് വനിതയായിരിക്കണം. ഇവരുടെ കാലാവധി 3 വർഷം തന്നെയാണ്. 3 വർഷത്തേക്ക് ഇനിയാണ് നിയമിക്കണേന്ന് ഓർക്കുക. നിയമിക്കുന്നതും രാജി സമർപ്പിക്കുന്നതും റിപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. നിയമിക്കുന്നതും രാജി സമർപ്പിക്കുന്നതും റിപ്പോർട്ട് കൊടുക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ആദ്യത്തെ അധ്യക്ഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ വീരാൻകുട്ടി. ആരാണ്? വീരാൻകുട്ടിയാണ്. അപ്പൊ ഒന്നും കൂടെ പറയാണ്, 2013 മെയ് 15 കേരള ഗവർണറുടെ ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ് അഥവാ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ഈ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമം കേരള നിയമസഭ 2014 പാസ്സാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അംഗങ്ങൾ 3 പേരാണ്. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളുമാണ്. 2 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇനി നിയമിക്കുന്നത് 3 വർഷത്തേക്കാണ്. നിയമിക്കുന്നതും അംഗങ്ങൾ രാജി സമർപ്പിക്കേണ്ടതും അംഗങ്ങൾ റിപ്പോർട്ട് കൊടുക്കേണ്ടതും സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ആദ്യത്തെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലിരുന്നത് വീരാൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ്. വീരാൻകുട്ടി.
അങ്ങനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള കേരള സംസ്ഥാന തലത്തിലുമുള്ള ന്യൂനപക്ഷ കമ്മീഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോ അവിടെ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.